കാറ്റത്തെ കിളിക്കൂട് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിധിയെ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരികയാണ് നിധിയുടെ അച്ഛൻ. സുധീഷിനെ നിധിയെ വീട്ടിൽ കൊണ്ടുവരുന്നതിൻ്റെ സന്തോഷത്തിൽ ആ വീട്ടിലെല്ലാവരും അങ്ങനെ വീട്ടിലേക്ക് കാറിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. വരണ വഴിക്ക് പറയുന്നുണ്ട്, എന്തായാലും നിധിമോൾ കുറേ ദിവസത്തിന് ശേഷമല്ലേ വീട്ടിലേക്ക് വരുന്നത്, അതുകൊണ്ട് എല്ലാവരും കാത്തിരിപ്പുണ്ട് അവിടെ, എല്ലാവരും സന്തോഷം കൊണ്ട്. അപ്പോൾ നിധി നല്ല ചിരിക്കുന്നുണ്ട്. അങ്ങനെ വീടെത്തുകയും വീട്ടിലാണെങ്കിൽ അവരെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുക. ആരതി ഒഴിയാൻ വേണ്ടിയും പറയുന്നുണ്ട് നിധിയുടെ അച്ഛൻ. എന്തായാലും കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് വരുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ സുധീഷിനെ കണ്ടപ്പോൾ എല്ലാവരും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് നിൽക്കുക. എന്നാൽ അത് സുധീഷിന് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് നിധിയുടെ അമ്മ പോയി ആരതി ഒഴിഞ്ഞ് രണ്ടുപേരെ അകത്തേക്ക് കയറ്റുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് നിധിയുടെ അമ്മയ്ക്ക് ദേഷ്യത്തോടെയാണ് സുധീഷിനെ നോക്കിക്കൊണ്ടിരുന്നത്. അത് സുധീഷിന് മനസ്സിലാവുകയും ചെയ്തിരുന്നു. അങ്ങനെ അവർ വീട്ടിലേക്ക് വരികയും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്തിരുന്നു. അവിടുത്തെ കുട്ടികളും അതുപോലെ തന്നെ ചേട്ടത്തി പറയുന്നുണ്ട്, എന്നാൽ എങ്ങനെ തോന്നി അച്ഛനെ വിളിച്ചിട്ട് വരാൻ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കാരണം സുധീഷിനെ കാണാനിടയായി. സുധീഷ് കാരണമാണ് ഇന്ന് നിധിയിൽ അവിടെ പോവുകയും അതുപോലെ തന്നെ അവിടെ സുധീഷിൻ്റെ വീട്ടിലെല്ലാവരായിട്ട് സംസാരിക്കുകയും ഇവിടെ വിളിച്ചിട്ട് വരുന്നവരെ എത്തിയത് സുധീഷിനെ കണ്ടതുകൊണ്ടാണ് ഇതെല്ലാം മാറ്റവും സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എല്ലാവരും പറയുന്നുണ്ട്, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എത്രയായിരുന്നാലും നിധി ഇപ്പോൾ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എന്നെ നിങ്ങൾ പേടിപ്പിക്കാനോ വിറപ്പിക്കാനോ നോക്കിയൊന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽപ്പ് ഇറങ്ങും. നീ എന്താടാ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? നീ ഞങ്ങളെ മോളെ നീ അതും ഇതും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് ആ വീട്ടിൽ കൊണ്ട് കഷ്ടപ്പെടുത്തുകയായിരുന്നില്ലേ? എന്ത് നല്ല സൗകര്യത്തിൽ വളർന്നതാ എൻ്റെ മോള്. എന്നിട്ട് നിൻ്റെ കൂടെ വരണമെങ്കിൽ അത്രയ്ക്ക് അവൾ എന്താ ഒരു ഇത് ചെയ്തിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും സ്നേഹത്തോടെ നിന്നെ വിളിച്ചുകൊണ്ട് വന്നെന്ന് വിചാരിച്ചോ നീ മനസ്സിലാക്കാൻ പോണതേ ഉള്ളൂ എന്താ ഇതിൻ്റെ ഉദ്ദേശമെന്ന്. മനസ്സിലായോടാ എന്ന് നിധിയുടെ അച്ഛൻ സുധീഷിനെ ഇങ്ങനെ പറഞ്ഞ് പേടിപ്പിക്കും പോലെ പറയുക. അങ്ങനെ എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അങ്ങനെ ആഹാരം കഴിക്കാൻ ഇരുന്നപ്പോഴത്തേക്കും പറയുന്നുണ്ട്, നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എല്ലാം നിധിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണ് എല്ലാം അമ്മ ഉണ്ടാക്കിയിരിക്കുന്നത് നിധി വരുന്ന സന്തോഷത്തിൽ എന്നും പറയുന്നുണ്ട്. അങ്ങനെ അപ്പോഴത്തേക്കും എല്ലാവരും പറയുന്നു, നിധി ഇവിടെ ഇല്ലായിരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഈ വീട് ഉറങ്ങിയതുപോലെ ആയിരുന്നു. എന്നാൽ ഇപ്പോഴാണ് വീട്ടിലൊരു ഉത്സവത്തിൻ്റെ ഒരു പ്രതീതിയായത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് നിധി ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ചേട്ടത്തി പറയുന്നുണ്ട്, എന്തായാലും അച്ഛന് തോന്നിയത് നല്ല കാര്യം തന്നെയാണ്. നിധി ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റിയത് തന്നെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ് എന്നും പറയുന്നുണ്ട്. അങ്ങനെ സുധീഷാണെങ്കിൽ അവിടെ ഇരുന്നപ്പോഴത്തേക്ക് നിധിയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളെല്ലാവരും സൽക്കരിച്ച് ഞങ്ങളെ സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നതെന്ന് വിചാരിച്ചോ നീ? എന്നാൽ നിനക്ക് തെറ്റി. ഞാനൊരു ഉദ്ദേശമില്ലാതെ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ എൻ്റെ മോളെടുത്ത് വെച്ച് എനിക്ക് അങ്ങനെ പെരുമാറാൻ പറ്റുള്ളൂ എന്നും പറയുന്നുണ്ട്. അങ്ങനെ നിധിയുടെ അമ്മ നിധിയുടെ ചോദിക്കുന്നുണ്ട്, എന്തായാലും ഞങ്ങളെ വിട്ട് നിനക്ക് പോകാൻ തോന്നിയില്ലേ? എന്തായാലും വന്നപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി എന്നും പറയുന്നു. അങ്ങനെ സുധീഷിനെ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ അവർക്കൊരു ദേഷ്യം. എന്നാൽ സുധീഷിനാണെങ്കിൽ അത് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. സുധീഷിന് ആദ്യമേ അറിയാമായിരുന്നു എന്തോ ഉദ്ദേശത്തിലുള്ള ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും പറയുന്നുണ്ട്. അങ്ങനെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിധിയുടെ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇവിടുത്തെ ആഹാരം പോലെ തന്നെയാണ് അവിടെ ആഹാരം പാകം ചെയ്യുന്നത് സുധീഷിൻ്റെ ചേട്ടനാണ് സുഭാഷ് ഏട്ടൻ. ആ സുഭാഷ് ഏട്ടൻ ഉണ്ടാകുന്ന ഭക്ഷണം കഴിക്കാൻ തന്നെ നല്ല സ്വാദ, എന്തുണ്ടാക്കിയാലും അതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുക നിധിയുടെ അമ്മ. എന്തായാലും ആ വീടിനെക്കുറിച്ച് എപ്പോഴും പൊക്കി മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ നല്ല അഭിപ്രായം പറയുന്നതുകൊണ്ട് ബാക്കി ആർക്കും അത് പിടിക്കുന്നതുമില്ല. എന്തായാലും ഇത്രയും അവൾക്ക് അവിടെ ഇഷ്ടപ്പെടാൻ കാരണം എന്താണെന്ന് മനസ്സിലാവുന്നതുമില്ല എന്നും ചിന്തിക്കുന്നുണ്ട് നിധിയുടെ അമ്മ. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ ഇല്ലാത്തതും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ ഉള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ നിധിയാണെങ്കിൽ
ചേട്ടത്തിയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും ഇങ്ങനെയൊന്നും ആവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള കാരണമെന്ന് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിധിയുടെ ചോദിക്കുന്നുണ്ട്. അത് എന്തായാലും നീ ഇവിടുത്തെ ഒരു മോളല്ലേ, നിന്നെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? അതുകൊണ്ട് തന്നെ അച്ഛൻ നിന്നെ എല്ലാം മറന്ന് വന്ന് വിളിക്കാൻ കാരണം ആയത് എന്ന് ചേട്ടത്തി പറയുന്നുണ്ട്. നിധിക്കാണെങ്കിൽ അപ്പോൾ സന്തോഷം കൊണ്ടിരിക്കാനും വയ്യ. കാര്യം എന്തെന്നാ, കുറേ നാൾക്ക് ശേഷം ജനിച്ചു വളർന്ന വീട്ടിലോട്ട് വരികയും എന്നാൽ പിണക്കത്തിലായിരുന്നിട്ടും ഒരു ഒരു ഇതുമില്ലാതെ എന്നുവെച്ചാൽ സർട്ടിഫിക്കറ്റ് പോലും കീറിക്കളഞ്ഞ വീട്ടിലേക്കാണ് വീണ്ടും തിരിച്ചു വന്നത്. എന്നാൽ അത് അച്ഛനും അമ്മയും ചേട്ടനും എല്ലാവരുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ വീണ്ടും ഇങ്ങോട്ട് വന്നത് എന്ന് നിധി പറയുന്നുണ്ട് നിധിയുടെ ചേട്ടത്തിയുടെ അടുത്ത്. അപ്പോഴത്തേക്കും പറയാം, അത് അവർ ദേഷ്യം കൊണ്ട് ചെയ്തതല്ലേ, അത് നീ അത് മറക്കണം, സർട്ടിഫിക്കറ്റൊക്കെ ഇനിയും നമുക്ക് എടുക്കാമല്ലോ എന്നും പറയുന്നുണ്ട്.